ഹൈ ഓൾ ഓഫ് യു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സമുദ്രജല പ്രവാഹങ്ങൾ എന്നൊരു ടോപ്പിക്ക് നോക്കാം. HS എക്സാമിന് തീർച്ചയായിട്ടും HS സോഷ്യൽ സയൻസ് എക്സാമിന് തീർച്ചയായിട്ടും ഒന്നിലധികം മാർക്കുകൾ ഉറപ്പായിട്ട് നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സമുദ്രജല പ്രവാഹങ്ങൾ. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഒരു സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിലാണ് എന്ന രീതിയിൽ ചോദിക്കാം. അതേപോലെ ഒരു സമുദ്രത്തിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് ഉഷ്ണജല പ്രവാഹമാണോ ശീതജല പ്രവാഹമാണോ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദ്യം ചോദിക്കാം. അങ്ങനെ ഉറപ്പായിട്ടും ഒരു ചോദ്യത്തിന് സാധ്യതയുള്ള ഒന്നിലധികമോ ചോദ്യത്തിന് സാധ്യതയുള്ള ടോപ്പിക്കാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് സമുദ്രജല പ്രവാഹങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് സമുദ്രജല പ്രവാഹം? ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തിന് പറയുന്ന പേരാണെന്ത്? സമുദ്രജല പ്രവാഹം. അപ്പോൾ എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തിന് പറയുന്ന പേരാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരമുണ്ട്. ഏതൊക്കെയത്? ഉഷ്ണജലപ്രവാഹം, അതേപോലെ ശീതജലപ്രവാഹം. അങ്ങനെ രണ്ട് തരത്തിലുണ്ട് സമുദ്രജല പ്രവാഹം. മനസ്സിലായല്ലോ? അപ്പം സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. ഉഷ്ണജല പ്രവാഹങ്ങളുമുണ്ട്, ശീതജല പ്രവാഹങ്ങളുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുക. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് തണുത്ത പ്രദേശത്തേക്ക് അല്ലേ ജലത്തിൻ്റെ പ്രവാഹത്തിന് പറയുന്ന പേരാണെന്ത്? ജലപ്രവാഹം എന്ന് പറയുക. അപ്പം ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജലത്തിൻ്റെ പ്രവാഹത്തിന് പറഞ്ഞ പേരാണെന്ത്? ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് ശീതജല പ്രവാഹം? നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നുണ്ട്. അതേപോലെ രണ്ട് തരത്തിലുണ്ടെന്ന് പഠിച്ചു. ഉഷ്ണജല പ്രവാഹമുണ്ട്, ശീതജല പ്രവാഹമുണ്ട്. അതിനുശേഷം എന്താണ് ഉഷ്ണജല പ്രവാഹം, എന്താണ് ശീതജല പ്രവാഹം, ഇത്രയുമാണ് ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകമാണ് SSCRT. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ജലം ഇങ്ങനെ പ്രവാഹങ്ങളായിട്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഒഴുകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒഴുകാനുള്ള സാധ്യത എന്താണ് നമുക്ക് നോക്കേണ്ടത്. നോക്കി, സമുദ്രജല ലവണത്വം, അതേപോലെ താപനില എന്നിവ ഓരോ സമുദ്രത്തിനും വ്യത്യസ്തമാണ്. നമുക്കറിയാലോ, ലവണത്തിൻ്റെ അംശം കൂടിയ സമുദ്രമുണ്ട് അല്ലേ. ചാവുകടലൊക്കെ ലവണത്തിൻ്റെ അംശം കൂടിയതാണ്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ലവണത്വം അതേപോലെ താപനിലയൊക്കെ ഓരോ സമുദ്രത്തിനും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. അപ്പം ഈ ലവണത്വം താപനിലയുടെ വ്യത്യാസമൊക്കെ എന്തിന് കാരണമാകുന്നു? സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ജലപ്രവാഹത്തിന് കാരണമാകുന്നത്. അപ്പോൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസമാണ് സമുദ്രജല പ്രവാഹത്തിന് കാരണമാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഓർത്തിരുന്നോണം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാം. അടുത്തായി നമുക്ക് പഠിക്കേണ്ടത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പേരൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പസഫിക് സമുദ്രത്തിൽ ഉഷ്ണജല പ്രവാഹമുണ്ട്, ശീതജല പ്രവാഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഉഷ്ണജല പ്രവാഹം, ഏതൊക്കെയാണ് ശീതജല പ്രവാഹം എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ ഏതെല്ലാണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ. ഇതിലെയാണ് പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ ചോദിക്കുക. കോൾഡ് സ്ട്രീം ഏതാണ് അല്ലേ, അല്ലെങ്കിൽ കോൾഡ് കറണ്ട് ഏതാണ്, അല്ലെങ്കിൽ ഉഷ്ണപ്രവാഹം ഏതാണ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു പേര് എന്ന രീതി ഏത് സമുദ്രത്തിലാണ് ആ രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉഷ്ണപ്രവാഹമുണ്ട്, ശീതജല പ്രവാഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ബ്രസീൽ പ്രവാഹം. അതൊരു തണുത്ത ഓഷ്യൻ കറണ്ടാണ്, തണുത്ത ജലപ്രവാഹമാണ്. അതേപോലെ കോൾഡ് കറണ്ടാണ്. അതേപോലെ നോക്കി, കരീബിയൻ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ദക്ഷിണ അറ്റ്ലാന്റിക് പ്രവാഹം, അങ്കോള പ്രവാഹം, ആൻഡ്ലീസ് പ്രവാഹം, ബംഗ്വേല പ്രവാഹം,
കേപ്പ് ഹോൺ പ്രവാഹം, അതേപോലെ ഫോക്ലാൻഡ്സ് പ്രവാഹം, വടക്കൻ അറ്റ്ലാന്റിക് പ്രവാഹം. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹം എന്ന് പറയുക. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത് കോൾഡാണോ അല്ലെങ്കിൽ ചൂട് പ്രവാഹമാണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ബ്രസീൽ പ്രവാഹം ഏതാണ്? അതൊരു തണുത്ത ജലപ്രവാഹമാണ്. കരീബിയൻ പ്രവാഹം അത് ഹോട്ട് അല്ലെ, ചൂട് കറണ്ടാണ്. അതേപോലെ ഫ്ലോറിഡ പ്രവാഹം അതെന്താണ്? ചൂട് കറണ്ടാണ്. അതേപോലെ ദക്ഷിണ അറ്റ്ലാന്റിക് പ്രവാഹം ഏതാണ്? അത് തണുത്ത ജലപ്രവാഹമാണ്. അങ്കോള പ്രവാഹം ചൂട് ജലപ്രവാഹമാണ്. അതേപോലെ ആൻഡ്ലീസ് അതും ചൂടാണ്. ബംഗുവേല തണുപ്പ്. കേപ്പ് ഹോൺ പ്രവാഹം അതേതാണ്? തണുത്ത ജലപ്രവാഹമാണ്. ഫ്ലോക്കാൻ പ്രവാഹം അതും തണുത്തതാണ്. അതേപോലെ വടക്കൻ അറ്റ്ലാന്റിക് പ്രവാഹം അത് ചൂട് ജലപ്രവാഹമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം. ഈ പിക്ചറിലൂടെ നോക്കി നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖയിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പോകുന്ന പ്രവാഹങ്ങൾ ഏതായിരിക്കും? ഉഷ്ണജല പ്രവാഹമായിരിക്കും. അതേപോലെ ധ്രുവപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന പ്രവാഹങ്ങൾ ഏതായിരിക്കും? ശീതജല പ്രവാഹമായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഏതാണ്? അത് ഉഷ്ണജല പ്രവാഹമാണ്. ആ നീല കളറിൽ കൊടുത്തേക്കുന്നതാണ് അത് ശീതജല പ്രവാഹം. ഇപ്പോൾ ഫ്ലോറിഡ കറണ്ട് അല്ലേ, ഫ്ലോറിഡ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അതേപോലെ ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രാഫ്റ്റ്. അപ്പോൾ ഇങ്ങനെതാണ്. അപ്പോൾ ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്ത് നമുക്ക് നോക്കാം ആർട്ടിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനപ്പെട്ട രണ്ടെണ്ണം പഠിച്ചാൽ മതി. ലാബ്രഡോർ പ്രവാഹം അതൊരു തണുത്ത ജലപ്രവാഹമാണ്. ബാഫിൻ ഐലൻഡ് പ്രവാഹം അതും എന്താണ്? ഒരു ശീതജല പ്രവാഹമാണ്. അവിടെ രണ്ടെണ്ണം പ്രധാനമായിട്ട് ലാബ്രഡോർ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ആർട്ടിക് സമുദ്രത്തിലെ പ്രധാന പ്രവാഹം ഏതാണ്? ലാബ്രഡോർ പ്രവാഹവും ബാഫിൻ ഐലൻഡ് പ്രവാഹവും. ഈ രണ്ടെണ്ണം ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കാംചത്ക പ്രവാഹം, ഹംബോൾ പ്രവാഹം, അലാസ്ക പ്രവാഹം, നോർത്ത് പസഫിക് പ്രവാഹം, കുറേഷ്യ പ്രവാഹം. ഇത്രയുമാണ് പസഫിക് സമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം എന്ന് പറയാം. അതിലെ ആദ്യത്തേതാണ് കാംചത്ക പ്രവാഹം എന്ന് പറയുന്നത് തണുപ്പാണ്, തണുത്ത പ്രവാഹമാണ്. അതേപോലെ ഹംബോൾ പ്രവാഹം അതും തണുത്തതാണ്. ബാക്കി മൂന്നെണ്ണം ഏതാണ്? ചൂട് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഏതൊക്കെയാണ്? അലാസ്ക, നോർത്ത് പസഫിക് ആൻഡ് കുറേഷ്യ എന്ന് പറയുന്നത് മൂന്നും ചൂട് ജലപ്രവാഹങ്ങളാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇതൊക്കെയാണ് പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുക. അപ്പം ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? കാംചത്ക കറണ്ട് അല്ലെങ്കിൽ ഒയാഹിയോ കറണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, അത് ഇതാണ് ഒരു ശീതജല പ്രവാഹമാണ്. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ടത് വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹമുണ്ട്, അത് തണുത്ത ജലപ്രവാഹമാണ്. അതേപോലെ മൊസാംബിക് പ്രവാഹം അതേതാണ്? ചൂട് പ്രവാഹമാണ്. അതേപോലെ ലിവിൻ പ്രവാഹമുണ്ട്, അതും ഒരു ചൂട് പ്രവാഹമാണ്. അതേപോലെ മറ്റൊരെണ്ണൂടെ ഉണ്ട്, എന്താണ്? അഗുൽഹാസ് പ്രവാഹം. അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അഗുൽഹാസ് പ്രവാഹം ഏതാണ്? ചൂട് ജലപ്രവാഹമാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കറണ്ടുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.